2020 വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ലഭിക്കുന്ന ഫോറിൻ സംഭാവനയുടെ 20% നിങ്ങൾക്ക് ഇതിൻ്റെ ഭരണകാര്യങ്ങൾക്കായി അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റിന് ഉപയോഗിക്കാൻ അതിൽ കൂടുതൽ പറ്റില്ല. അതിനും കൃത്യമായ ബില്ലുകളും അതിന് കൃത്യമായ ഓഡിറ്റിങ്ങും ഉണ്ടായിരിക്കണം. ബാക്കി പണം എന്തുദ്ദേശത്തിലാണോ ഇത് കൊണ്ടുവരുന്നത്, നിങ്ങളുടെ ലൈസൻസ് പ്രകാരം നിങ്ങൾക്ക് എന്തുദ്ദേശത്തിലാണോ കൊണ്ടുവന്നിരിക്കുന്നത് അതിനായി മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇത്രയും കർക്കശമായ കാര്യങ്ങളൊക്കെ നടത്തി വെച്ച ശേഷം വീണ്ടും ഇപ്പോൾ ഇങ്ങനെ ഒരു നീക്കം നടത്തുന്നതിന്റെ പുറകിലെ ചാലക ശക്തി എന്ന് പറയുന്നത് രാഷ്ട്രീയ സ്വയം സേവക് സംഘാണ്. BJP നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റിനെ കൊണ്ട് ഇവിടെ ഹിന്ദു രാഷ്ട്രം ഉണ്ടാകേണ്ട അവരുടെ സ്വപ്നത്തെ പൂർണ്ണമാക്കുവാൻ വേണ്ടിയിട്ടുള്ള നീക്കത്തിന്റെ ഒരു സ്റ്റെപ്പ് മാത്രമാണത്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഇന്ത്യയുടെ ഭരണഘടന മതേതരത്വത്തെ, ഡെമോക്രസിയെ, ജനാധിപത്യത്തെയൊക്കെ വളരെ കൃത്യമായി ഡിഫൈൻ ചെയ്ത് ജനങ്ങളുടെ അവകാശങ്ങളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു കാരണവശാലും രാഷ്ട്രീയ സ്വയം സേവക് നടത്തുന്ന ഈ നീക്കങ്ങൾ ഈ രാജ്യത്ത് വിലപ്പോകില്ല. കാരണം ഈ രാജ്യത്തെ ഭരണഘടനയെ സംരക്ഷിക്കുക, അതിനെ വ്യാഖ്യാനിക്കുക എന്ന് പറയുന്ന വളരെ പവിത്രമായ ഒരു ഡ്യൂട്ടി ഈ രാജ്യത്തെ കോടതികൾക്കുണ്ട്, സുപ്രീം കോർട്ടിനുണ്ട്. അതുകൊണ്ട് അവസാനത്തെ ആശ്രയം എന്ന് പറയുന്നത് കോടതികൾ തന്നെയാണ്.